പരിശുദ്ധ കുർബാനയിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഉറപ്പായിട്ടും ഈ ഒരു വചനം നമ്മൾ മനഃപ്പാഠമാക്കണം. ഈ ഒരു വചനം പഠിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് കുർബാന അർപ്പിക്കുമ്പോൾ അത് കൂടുതൽ സജീവമാകും, ഉറപ്പ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 26-ാം വചനത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ കർത്താവിൻ്റെ മരണം, അവൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ, പ്രത്യാഗമനം വരെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നമുക്കിന്ന് നിലവിലുള്ള ഏറ്റവും പുരാതനമായ രേഖയാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈ ഒരു ഭാഗങ്ങൾ. അന്ത്യത്താഴത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഈ ഒരു വചനത്തിൽ നമുക്ക് മനസ്സിലായ എന്താണ്? പരിശുദ്ധ കുർബാന നമ്മുടെ കർത്താവിൻ്റെ മരണമാണ്. എപ്പോഴെല്ലാം നമ്മൾ ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും കുർബാനയിൽ ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം നമ്മൾ അനുസ്മരിക്കുന്നത്, നമ്മൾ ഓർക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ മരണമാണ്. കർത്താവിൻ്റെ മരണമാണ്. അതേ സംഭവത്തിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. കൗദാശികമായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ അന്ന് കാൽവരിയിൽ അർപ്പിച്ച ആ യാഗത്തിൽ അതേ ബലിയിലേക്ക് നമ്മൾ പങ്കുചേർക്കപ്പെടുകയാണ്. നമ്മൾ കാലഘട്ടം കഴിഞ്ഞു പോയി 2000 വർഷം മുമ്പാണ് ഈശോയുടെ ബലി നടന്നത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഈ 2024 ഇരുന്നിട്ട് എങ്ങനെയാണ് കർത്താവിൻ്റെ കുർബാനയിൽ പങ്കെടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. അതാണ് കൗദാശികപരമായിട്ട് ഈശോ സ്ഥാപിച്ചു. അന്ന് ഈശോ അർപ്പിച്ച അതേ ബലിയിലേക്ക് നമ്മൾ ഇന്ന് ഈ കൂദാശയിലൂടെ പ്രവേശിക്കുകയാണ്. അതിനാണല്ലോ നമ്മൾ കൂദാശ എന്ന് പറയുന്നത്. അദൃശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് അനുഭവിക്കുകയും ദൃശ്യമാക്കി തരുന്ന അടയാളങ്ങളാണല്ലോ കൂദാശകൾ. അപ്പോൾ ഈശോ അർപ്പിച്ച ആ ബലിയെ നമുക്കിന്ന് അനുഭവിക്കാനുള്ള അവസരമാണിത്. കുർബാനയ്ക്ക് ബന്ധിക്കുമ്പം ഈ ഒരു വചനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാനിപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ മരണത്തിലാണ്. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ തമ്പുരാൻ മരിച്ചതിൻ്റെ ആ ഒരു അതേ ബലിയിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇടവക ദേവാലയത്തിലോ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന പള്ളികളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നിൽക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലാണ്, എൻ്റെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലാണ്. അവിടെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെയും അല്ലെങ്കിൽ ഈശോയുടെ കൂടെ ഭക്ത സ്ത്രീകളുടെ മനോഭാവത്തോടെയും നല്ല കള്ളൻ്റെ മനോഭാവത്തോടെയൊക്കെ വേണം നമ്മൾ ഉറപ്പായിട്ടും നിൽക്കാനായിട്ട്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1 കൊരിന്തോസ് 11:26 മനഃപ്പാഠമാക്കിയ ശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അർപ്പിച്ചാൽ നമുക്കത് കൂടുതൽ സജീവമാകും. എൻ്റെ കർത്താവിൻ്റെ മരണമാണ് ഞാനവിടെ ആഘോഷിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം, അത് കുർബാനയുടെ മറ്റൊരു ഭാഗം പറയുന്നതാണ്. അതായത് രണ്ടാമത്തെ ആഗമനം വരെ, കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ, കർത്താവ് വീണ്ടും വരുന്നത് വരെ നമ്മളിത് ആഘോഷിക്കുകയാണെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് ശേഷം പരിശുദ്ധ കുർബാന അവസാനിക്കും. പിന്നീട് പരിശുദ്ധ കുർബാനയില്ല. പിന്നീട് നമ്മൾ സ്വർഗത്തിൽ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആരാധിക്കുകയാണ്. അപ്പം പരിശുദ്ധ കുർബാന നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനം കൂടിയാണ്. അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്. സ്വർഗീയ ആരാധനയുടെ, നിത്യമായ ആരാധനയുടെ ഒരു മുന്നാസ്വാദനമാണ് പരിശുദ്ധ കുർബാന എന്നുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, കർത്താവിൻ്റെ മരണമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അത് എനിക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിൻ്റെ മുന്നാസ്വാദനമാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർമ്മയെ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.